അടിമാലി താലൂക്ക് ആശുപത്രിയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം 9-ന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ ഭരണസമിതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് സർക്കാർ നിലപാടാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങളാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ആശുപത്രിയുടെ കാഷ്വാലിറ്റി ബ്ലോക്കിന് ഫയർ NOC ലഭിച്ചിട്ടില്ല. ദേശീയപാതയോട് ചേർന്നുള്ള ആശുപത്രി എന്ന നിലയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആശുപത്രിയിൽ മിനി ICU സ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു. അതിനടിസ്ഥാനപരമായി എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒരു അടിയന്തര സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു വിധ നടപടികളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതി വിഹിതത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുഴുവൻ മെയിൻ്റനൻസ് ഗ്രാന്റ് അടിമാലി താലൂക്ക് ആശുപത്രിക്കും ചിത്രപുരം CHSCക്കുമായി മാത്രമാണ് കൊടുക്കുന്നത്. അതിൽ തന്നെ 7,12,00,000-ലധികം രൂപയാണ് നാളിതുവരെ കഴിഞ്ഞ 4.5 വർഷക്കാലമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ 2 ആശുപത്രിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ താലൂക്ക് ആശുപത്രിയെ കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിലെ രോഗികൾ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട്. മാമോഗ്രാം പദ്ധതിക്ക് വേണ്ടിയുള്ള യന്ത്ര സാമഗ്രികൾ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തത് മൂലം പ്രവർത്തനം തുടങ്ങുവാൻ സാധിച്ചിട്ടില്ല. ആശുപത്രിയിൽ സർജനും ഫിസിഷ്യന്മാരും ഉണ്ടെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയില്ല. സർക്കാരിന്റെ ഇത്തരം അവഗണനകൾക്കെതിരെ അടുത്ത മാസം 9-ന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ജോർജ് തോമസ്, CK പ്രസാദ്, ഷാൻഡി ബേബി, ബിന്ദു രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.